റസൂലുള്ളാഹിനോട് പോലും വിശുദ്ധമായ ഖുർആനിൽ റബ്ബു തആല നേരിട്ട് ഉപദേശം നൽകുമ്പോൾ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ വരുന്ന ഓരോ സത്യവിശ്വാസികളോടുമുള്ള ഉപദേശമാണത്. നമുക്ക് നൽകിയ നിസ്സാരമായ ഓരോ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ, ശുദ്ധത രേഖപ്പെടുത്താൻ കഴിഞ്ഞാൽ അല്ലാഹു തആലയുടേതായ അനുഗ്രഹം, അളവറ്റ അനുഗ്രഹം, അനുശ്രുതം നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം നമുക്ക് ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ള കാര്യം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ ഒരു ഉദ്ഹിയ കർമ്മം എന്ന് പറയുന്നത് ഉമ്മത്ത് മുഹമ്മദിന്റെ മാത്രം പ്രത്യേകതയല്ല. മുൻകഴിഞ്ഞ സമുദായങ്ങൾക്കെല്ലാം അല്ലാഹു നിയമമാക്കപ്പെട്ടതായ ഒരു ആരാധനയായിരുന്നു ഈ ഉദ്ഹിയ കർമ്മം, ഈ ബലിദാനം എന്നുള്ളത്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖൗമ് അവരുടെ പാപമോചനത്തിന് വേണ്ടി ആടുകളെ അറുത്തു കൊടുക്കുമായിരുന്നു. പാപമോചനം കിട്ടുന്നതിന് യഹൂദ സമുദായം ജെറുസലേം പോലുള്ളതായ ദേവാലയങ്ങളിൽ അവര് ഉദ്ഹിയ കർമ്മം, അവര് ബലിദാനം നൽകിയിരുന്നു. പ്രാചീന ഈജിപ്തും അതുപോലെ ഗ്രീക്കും അതുപോലെ റോമൻ സമുദായമൊക്കെ അവരുടെ ദേവന്മാരെ പ്രസാദിക്കുന്നതിന് വേണ്ടി അവര് ബലിദാനം നൽകിയിരുന്നു എന്ന് കാണാൻ സാധിക്കും. അവരുടെ വിളവുകളിൽ ഒരുപാട് ലാഭം കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ രാജാക്കന്മാരൊന്നുകൂടി വിജയിക്കുന്നതിന് വേണ്ടി, ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യന്മാര്, പ്രാചീന യൂറോപ്യര് കുതിരകളെ അറുത്ത് അവരുടേതായ ആ ഒരു പ്രാർത്ഥനാ സ്ഥലത്ത് ഒഴിക്കുമായിരുന്നു ദൈവത്തിന്റെ പ്രീതി കിട്ടാൻ വേണ്ടി. ഇങ്ങനെ മുൻകഴിഞ്ഞ സമുദായങ്ങളെല്ലാം ഈ ഒരു ബലിദാനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പ്രാധാന്യം തങ്ങളുടെ ജീവിതത്തിൽ, തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഉദ്ഹിയത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ വേള, റസൂലുള്ളാഹിന്റെ അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ വല്ലദീ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅത്തും മിനൽ ഇബിൽ, ഒട്ടകത്തിൽ നിന്നും 100 ഒട്ടകവുമായിട്ടാണ് റസൂലുള്ളാഹി ഹജ്ജത്തുൽ വദാഇലേക്ക് വന്നത്. വഅന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹറ ബിയദിഹി കരീം 63 ബദന, 63 ഒട്ടകങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വദാലിക മുനാസിബത്തിൽ ലിൽ ഉംരി അലൈഹി വസ്സലാത്തു വസ്സലാം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 63 ഉദ്ഹിയ കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടു എന്ന് ബിദായത്തുൽ ഹിദായ പോലുള്ളതായ ഗ്രന്ഥങ്ങളിൽ സമർത്ഥമായി നമ്മളോട് പറയപ്പെടുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രമാത്രം പ്രാധാന്യം ഈ ഉദ്ഹിയ കർമ്മത്തിന് നൽകിയിരുന്നു എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്.